ഹായ് മക്കളെ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കളഞ്ഞെന്ന് വിചാരിച്ചില്ലേ? ഇല്ല കേട്ടോ, ഞാൻ ഇന്നിടുവേ. തുടക്കമിട്ടിരിക്കുകയാണ് കേട്ടോ, ഞാൻ പറയാനായിട്ടിരിക്കുകയാണ്. കാര്യം പറയും. ഇന്നലെ എനിക്ക് വയ്യാതായിപ്പോയി കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എനിക്ക് ഒട്ടും പാടില്ലാതായിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റാതെ പോയത്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നതാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു നുറുങ്ങ് കാര്യങ്ങളുടെ കൂടെ ജീവിതാനുഭവങ്ങളുടെ വളരെ രസകരമായി നമുക്ക് പറഞ്ഞു മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് കാണാം. എൻ്റെ വീഡിയോ ഇന്ന് എന്തായാലും വൈകുന്നേരം രാത്രി വരുന്നതാണ് കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക. ഓക്കേ. ഹായ് മക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ രസകരമായ കുറച്ച് കാര്യങ്ങളും അങ്ങനെ പോകുന്ന ജീവിതത്തിൽ രസകരമായ നിമിഷങ്ങളാണെങ്കിലും പിന്നെ നമുക്ക് വേദന ഉണർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളും രസകരമായി പറഞ്ഞു പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഈ വയസ്സാകാലത്ത് നമ്മൾ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇല്ല ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലോട്ട് പോയി നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ ഞാൻ പറയാം. ചിലപ്പോൾ എൻ്റെ സൗണ്ട് വേരിയേഷൻ വരുമായിരിക്കും കേട്ടോ, ഒന്ന് ക്ഷമിക്കുക. വാതിലടച്ചപ്പോൾ ആരും ഡിസ്റ്റർബൻസ് വേണ്ട. അങ്ങനെയില്ല, അങ്ങനെ ഒന്നുമില്ലാതെ പറയുന്നതല്ലേ നല്ലത്. അല്ല, ഇടയ്ക്ക് വെച്ച് വീഡിയോ ബ്രേക്കായി പോകും പലപ്പോഴും. അങ്ങനെയാകുമ്പോൾ പിന്നെ ഞാനങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കിടക്കാം. ഇത് ഒരു 80-84 കാലഘട്ടം. അപ്പോൾ എൻ്റെ പ്രായം എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ചോളൂ. ഇപ്പോൾ എനിക്ക് 55-56 വയസ്സായി. അപ്പോൾ എത്ര വയസ്സായിരിക്കും എന്ന് കണക്കായി കൂട്ടിക്കൊള്ളൂ കേട്ടോ. നമ്മുടെ ഒരു 9-10 ക്ലാസ്, 10ാം ക്ലാസ് കഴിഞ്ഞു കേട്ടോ. 10th കഴിഞ്ഞു. ആ സമയത്താണ് കേട്ടോ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഉണ്ടായ ഒരു പ്രണയം. ഒന്നോർത്താൽ ഇന്നതോർക്കും ചിരി വരും എനിക്ക് കേട്ടോ. ഒരു വൺ വേ പ്രേമം എന്ന് കരുതിയാൽ മതി. എനിക്ക് തോന്നിയ ഇഷ്ടം, അത് ഞാൻ ഇഷ്ടപ്പെട്ട ആളിനോട് പറയുന്നു. പുള്ളി എൻ്റെ മറുപടി തന്നു. അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു മാസക്കാലം നീണ്ടു നിന്ന പ്രണയം. അതിനപ്പുറത്തേക്ക് നീണ്ടു പോയില്ല എന്നുള്ളതാണ് വാസ്തവം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ചിരി വരും. എല്ലാ പ്രണയത്തിനും ഒരു ദൂത് കാണുമല്ലോ. അങ്ങനെ ഒരു ദൂത് എനിക്കും കിട്ടി. അതും ആദ്യമായും അവസാനമായും. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഇതിന് ഞാൻ തുന്നിയിട്ടില്ല. എനിക്കത് താല്പര്യമില്ല. ആ ഒരു പ്രായം, ഒരു ചാഞ്ചല്യമായിട്ടുള്ളൊരു പ്രായം. പക്ഷേ നമുക്കിഷ്ടം തോന്നിയത് സത്യമായിട്ടുള്ളതായിരുന്നു. വീട്ടുകാർക്ക് ഇഷ്ടമില്ല എന്നുള്ള എൻ്റെ വീട്ടുകാർക്ക് വിരോധമായിരുന്നു. അത് കാരണം ഞാൻ അതങ്ങ് അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ടാന്ന് കരുതി. അങ്ങനെ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ പുള്ളി വേറെ കല്യാണം കഴിച്ചു. എന്നെ വിളിക്കുന്നോട് ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നു. അതിനകത്ത് റിംഗ് ടോൺ കേട്ടത് വേറെ ഒന്നുമല്ല കേട്ടോ. അതാ അങ്ങനെ ചോദിച്ചത്. ഈ രാത്രിയിൽ ആരാ ചോദിച്ചത്? എൻ്റെ അനിയത്തിയാണ്. പിന്നെ മേഡം മകളാണ് വിളിച്ചത്. തൊട്ടടുത്ത താമസിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതറിയാമല്ലോ. ഇനി ഇഷ്ടക്കേട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു സംഭവ വികാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുള്ളി നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു. എൻ്റെ അച്ഛന് അങ്ങനെ പ്രായഭേദമന്യേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പ്രായത്തിനനുസരിച്ചുള്ളൊരു കൂട്ടുകെട്ടല്ല. ചെറുപ്പക്കാർ മുതൽ പ്രായമായുള്ളവരുണ്ട്. എല്ലാവരുമായിട്ട് കമ്പനിയുണ്ട്.
അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണിത് അദ്ദേഹം. ഇപ്പം ഈ പുള്ളി വരുന്നു, പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് കൊച്ചിൻ്റെ ബൈക്കൊക്കെ കൊണ്ടുപോകുമായിരുന്നു, മനസ്സിലായി. അങ്ങനെ പിന്നെ ഇപ്പോൾ ബൈക്ക് എടുക്കാൻ വരും, അച്ഛൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ വരും, പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അപ്പോൾ അതിനായിട്ടൊക്കെ വരും, വീട്ടിൽ വരും. അച്ഛനോട്ട് അത്ര നല്ല കമ്പനിയായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഇഷ്ടം അറിയിക്കുന്ന ഒരു ദൂതമല്ലേ നമ്മുടെ കത്ത് കൈ കിട്ടിയല്ലോ. ഈ കത്ത് ഫസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ലേ. ഇതിന് ഞാനുണ്ടല്ലോ വായിച്ചോന്ന് പോലും അറിയില്ല. കാരണം ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അടുത്തൊരു റിലേറ്റീവിൻ്റെ. അപ്പോൾ ആ കല്യാണ വീട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതിന് ഞാൻ ഇന്ന് എനിക്കത് ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ തലയിണയ്ക്കകത്ത് വെച്ചിട്ട് പോയൊരു സംഭവം നടക്കുന്നു. അപ്പം ഞാൻ കല്യാണ വീട്ടിൽ ഇപ്പോൾ ഇങ്ങ് തോമടിച്ച് പൊളിച്ച് ഇവിടെ അങ്ങ് നിൽക്കുകയാണ്. ഇവിടെ ഈ അച്ഛൻ്റെ ഒരു ബ്രദറുണ്ട് തൊട്ടടുത്ത്. ഇപ്പം എനിക്ക് ഫോൺ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ അച്ഛൻ്റെ ബ്രദറാണ് കേട്ടോ, ഒരേ ഒരു ബ്രദർ. ഈ ഇത് പുള്ളി പണിക്കൊന്നും പോകത്തില്ല. പുള്ളി ഇങ്ങനെ അവിടെ ഇങ്ങനെ പുള്ളിയുടെ വീടും ഓപ്പോസിറ്റ്. അപ്പം അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. അനിയനും ഇതുപോലെ പഠിക്കാനൊക്കെ ട്യൂഷനൊക്കെ പോകുമ്പോഴേ അപ്പോൾ അന്നേരത്തേക്കൊക്കെ ആയിരിക്കും ഈ പിന്നെ ബൈക്കൊക്കെ എടുക്കാനൊക്കെ പുള്ളി വരുന്നതും ഒക്കെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ മറ്റേ പുള്ളി ഇതെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ കയറി ഇത് തപ്പിയെടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര കാഞ്ഞ പുള്ളിയായിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു. പുള്ളി അതെടുക്കുന്നു, അച്ഛനെ ലയിപ്പിക്കുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. കല്യാണ വീട്ടിലെ ബഹളവും പിറ്റേ ദിവസത്തെ കല്യാണവും അതിൻ്റെ തുടർന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നമ്മളങ്ങനെ നിൽക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു ദിവസം അച്ഛൻ്റെ ഈ പേപ്പറും പിടിച്ചു വെച്ചുണ്ട് ഒരൊറ്റ ചോദ്യം എന്നോട് കേട്ടോ. ഇവിടെ ഒരു ഈസി ചെയർ ഉണ്ടായിരുന്നു, അച്ഛനൊരു ഈസി ചെയറുണ്ട്. രസകരമായ കാര്യം, അച്ഛനൊരു ഈസി ചെയറുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഇവൻ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാറുണ്ടോ, അങ്ങനെ ചെയ്യാറുണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? ഒരച്ഛൻ അങ്ങളടുത്ത് ചോദിക്കുന്നത്. അന്ന് എൻ്റെ അച്ഛൻ്റെ സ്വാഭാവികത വരെ കടന്നു പിടിച്ചു അച്ഛനെ. പിന്നെ അച്ഛനെ ആ ദൃഷ്ടിയിലൂടെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഉള്ള കാര്യം പറയില്ല, ഇത്രയും വൃത്തികെട്ട മനസ്സിനൊരു ഉടമയായിരുന്നു എന്ന്. ഞാനൊരു നിമിഷം ചിന്തിച്ചു, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതൊക്കെയാണെന്ന്. അത് കഴിഞ്ഞു അത് ഇങ്ങനെ ഒരു സംസാര വിഷയം ആയി. അച്ഛനൊരു പെങ്ങളുണ്ട്, ഇവർ 3 ആങ്ങളമാരും ഒരു പെങ്ങളുണ്ട്. മൂത്ത ഒരു പെങ്ങളാണ് കേട്ടോ. ഭൂലോക ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വീട്ടിൽ വന്നിട്ട് പോയി, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ പിന്നെ ഒരു 1 കിലോമീറ്ററിൻ്റെ അകലെ ഒരു ചെറുപ്പക്കാരൻ പോയെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വന്ന് കിടന്നിട്ട് പോയി എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു പാർട്ടി. അതാണ് ആ പുള്ളിക്കാരി. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഓരോ വീട്ടിൽ സന്ധ്യ സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് ഈ വിധ കാര്യങ്ങളാണ്, ഓരോ കിടപ്പറ കാര്യങ്ങൾ വരെ അവർ ഈ സഹോദരന്മാരുടെ അടുത്ത് പറയും. മനസ്സിലായി? അതാണ് അവരുടെ സ്വഭാവം. അതായത് അച്ഛൻ്റെ മൂത്താങ്ങള അതിന് നിന്ന് കൊടുക്കില്ല, കേൾക്കാനൊന്നും ഒന്നും അവിടെ പ്രവേശനമില്ല ആ വീട്ടിലൊന്നും, അനാവശ്യ വീട്ടിൽ. ഇവിടെ എൻ്റെ അമ്മ അത് കേട്ടോണ്ടിരിക്കും. അച്ഛൻ അവരൊഴുക്കി പോകും. അച്ഛൻ അവർ ഗേറ്റിൻ്റെ ഇവിടെ എത്തുമ്പോൾ അച്ഛൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങി പോകും. അടുക്കള വാതിൽ കൂടെ സൈഡിൽ കൂടെയൊക്കെ പോകും. വീടിൻ്റെ സൈഡിലൊക്കെ വാതിലുണ്ട്. അങ്ങനെയാണ് കാര്യം. മറ്റേ പുള്ളിക്കാണെങ്കിൽ ചെവിക്കാൾ കുറവായിട്ട് പറയുന്നൊന്നും ഭൂരിഭാഗം കേൾക്കാനും പറ്റത്തില്ല. എങ്ങനെയുണ്ട്? ഇതാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ വീടുമായിട്ടാണ് അന്ന് കണക്ഷൻ. അപ്പോൾ ഇവർ വന്നിരുന്ന് ഇങ്ങനെ ഈ കഥകളൊക്കെ ഈ പലയിടത്തും ഞാൻ പറഞ്ഞില്ല, ഇവർ കിടപ്പുറ കാര്യങ്ങളൊരു അത്ര മോശമായിട്ട് അവർ പറയും.
അറിഞ്ഞു വെച്ചുകൊണ്ട് അച്ഛൻ ഇതിനെ കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ കേൾക്കണം. അറിഞ്ഞു വെച്ചുകൊണ്ട് അച്ഛൻ ഇത് വന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. അറിയാം ഇത് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ അച്ഛൻ ഇത്രയും തന്നെ ചോദിച്ചുള്ളൂ. പക്ഷെ അവർ അതിനപ്പുറം പറയുന്നു അറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് അച്ഛൻ ചെയ്ത ഒരു പരിപാടി. ഈ മറ്റേ പുള്ളി എൻ്റെ മുറിക്കകത്തൊന്നും തപ്പേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമാണ്. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഒരു ഇതൊക്കെ തുടക്ക സമയമൊക്കെയാണ് കേട്ടോ. ഡിഗ്രി ഫസ്റ്റ് ഇയറിൻ്റെയൊക്കെ സംഭവം. അങ്ങനെ അത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് പിടിച്ചു അറിഞ്ഞു. പിന്നെ അച്ഛൻ്റെ സഹോദരി നാട് നീളെ പാട്ടാക്കി പല കഥകളുണ്ടാക്കി. അതിൽ പല 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 രസകരമായ കഥകൾ, അതൊക്കെ ഞാൻ പിന്നെയല്ല പറയും. രസകരമായ കഥകളുണ്ടാക്കി. വൈകുന്നേരങ്ങൾ ചൂടുള്ള ചർച്ച വിഷയമായി. ഇവിടെ കുറേ കോന്താമാരുണ്ട്, ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട് കേട്ടോ. ഈ രൂപത്തിൽ ആണാണെങ്കിൽ പെണ്ണുങ്ങളുടെ സ്വഭാവമുള്ളവർ, അവർക്കൊരു രസകരമായ ഇച്ചിരി കാര്യമായി. അങ്ങനെ നമ്മൾ ഈ പാട്ടും പ്രവൃത്തിയൊന്നും നമ്മൾ അറിയണമില്ല, കേൾക്കുന്നുമില്ല. മനസ്സിലായി? അങ്ങനെ ഒരു പരിപാടിയും നമുക്കില്ല. അപ്പം അങ്ങനെ പഠിക്കാൻ പോകുന്നു. ഈ പിന്നാലെയുള്ള രസകരമായ ഒരു കഥയാണ്, സംഭവമാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത്. ഈ പുള്ളി ഉണ്ടല്ലോ, അച്ഛൻ്റെ ബ്രദർ എന്ന് പറയുന്ന പുള്ളി, എന്നെ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ പഠിക്കാൻ പോകുന്ന സമയം പുള്ളി ബസ് സ്റ്റോപ്പിൽ ഞാൻ പോയി കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളി എൻ്റെ പിന്നാലെ വരും. ഇത് ഞാൻ അറിയുന്നില്ല, പുള്ളി വരും. പക്ഷെ ഞാൻ പഠിക്കുന്നിടത്ത് പോയി ഞങ്ങളൊരു ബാച്ച്, ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഈ നേരത്തെ പോകുന്ന ദിവസം, അതായത് 9:30 മണിക്കാണ് ക്ലാസ്. പ്രൈവറ്റായിട്ടാണ് കേട്ടോ പഠിച്ചത്. ഗവൺമെൻറ് കോളേജിൽ നിന്നിട്ട് പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. അന്ന് ഔവർ കോളേജ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അവിടെയാണ് പഠിച്ചത്. എനിക്കത് ഇഷ്ടവുമായിരുന്നു അവിടെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു കുറേ കൂട്ടുകാരിങ്ങനെ ഒരുമിച്ചപ്പോൾ ഞങ്ങൾ നേരത്തെ ബസ് നേരത്തെയൊക്കെ കിട്ടുന്ന ഇതാണെങ്കിൽ സെക്രട്ടറിയുടെ ഒരു സ്റ്റാച്യൂവിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫാൻസി സ്റ്റോറിലൊക്കെ കയറും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാൻസി സ്റ്റോറിലൊക്കെ കയറിപ്പോയി. അന്നൊന്നും ഇത്രയും വിലയില്ലല്ലോ, കമ്മലുകൾക്കും നെയിൽ പോളിഷിനൊന്നും ഈ വിലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുവരെ 5-10 ഒക്കെ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ കൂട്ടി വെച്ചേക്കും. വിഷുക്കൈ നീട്ടം കിട്ടുന്നത് ഒക്കെ ഇങ്ങനെ. അപ്പോൾ ചെറിയ ചെറിയ കമ്മലും ഇങ്ങനെ പൊട്ട്, നെയിൽ പോളിഷ് ഇതൊക്കെ വാങ്ങും. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നതും കയറുന്നതും എല്ലാം വാങ്ങിക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഈ പുള്ളി അദ്ദേഹം അല്ലേ എന്നെനിക്കൊരു സംശയം തോന്നി. എനിക്കൊരു തോന്നലാവാം എന്ന് ഞാനും പോട്ടെ, ഒരാളിനെ പോലെ 7 പേര് കാണുമല്ലോ എന്നുള്ളതിൽ ഞാനും പോയി കേട്ടോ. അങ്ങനെ പോയി. അത് കഴിഞ്ഞു. അന്നേ ദിവസം തന്നെ ഇപ്പം ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു, വിചാരണയൊക്കെ കഴിഞ്ഞു, 2 പേരും 2 കോണിലോട്ടൊക്കെ ആയിക്കഴിഞ്ഞു. ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. 2 പേരും അവരവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ഈ പുള്ളി ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് 12:30 വരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിവിടെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഡബിൾ ഡെക്കറുള്ള സമയമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ വരുന്ന കുട്ടികളൊക്കെ ഒട്ടുമിക്ക പേരും പേരൂർക്കട ഭാഗത്തോട്ടൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരൊക്കെ വെള്ളയം വെട്ടുന്ന ബസ് കയറുന്നു. അപ്പോൾ വന്നിറങ്ങുമ്പോൾ ഞങ്ങൾ 2-3 പേര്, 4-5 പേര് ഈ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആദ്യം ആ ബസ്സാണ് വരുന്നതെങ്കിൽ, പേരൂർക്കട ഭാഗത്തോട്ടേക്കുള്ള ബസ്സാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ അതേ കയറിയിട്ട് വെള്ളയം വെട്ടുന്നത്. എന്നിട്ട് നടക്കും, ഞങ്ങൾ ഒരുമിച്ച് നടക്കും. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വഴികളുടെ അവിടെ വരുമ്പോൾ കുറച്ച് ഇടവഴികളുണ്ടല്ലോ, അപ്പം ആ വഴികളിലേക്ക് കാണും. ഞാൻ നോക്കിയപ്പോണ്ടോ ഈ പുള്ളി എൻ്റെ പുറകെ ഒത്തിരി ഡിസ്റ്റൻസ് ഇട്ടാണ് കേട്ടോ. അതായത് പുള്ളി വരുന്നത് ഞാൻ അറിയാനും പാടില്ല, എന്നാൽ പുള്ളി എന്നെ ചെക്ക് ചെയ്യാൻ വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രകാരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് ഇയർ തള്ളി നീക്കി, സെക്കൻഡ് ഇയറും തള്ളി നീക്കി.
സെക്കൻഡ് ഇയറും തള്ളി നിൽക്കുക. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കോമേഴ്സാണ് കേട്ടോ എടുത്തത്. ഇവിടെ വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട്, ഓവറിൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റേ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അന്ന് ഉണ്ടായിരുന്നു, SMV സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അവിടെ 2 ബാച്ചായിട്ടാണ്. ഒരു ക്ലാസ് വന്നിട്ട് 7 തൊട്ട് 10 വരെയും, വേറെ ഒരെണ്ണം 10 തൊട്ട് 1 വരെയും, അങ്ങനത്തെ 2 ബാച്ച്. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി 7 മണിക്കുള്ളത് എടുത്തു. അപ്പം നമ്മുടെ ഒരു റൊട്ടീനാണ്, വെളുപ്പിന് എണിക്കുകയും ചെയ്യും പോവുകയും ചെയ്യാമല്ലോ. അങ്ങനെ 7 മണിക്ക് ഉള്ള ക്ലാസ്സിന് പോയിട്ട് 10 മണിയാകുമ്പോൾ ക്ലാസ് വിടും. 10-10:30 ആകുമ്പോൾ 10 മണി ക്ലാസ് വിടും. 10:30-11 ആകുമ്പോൾ ഞാൻ വീടെത്തും. ബസ് വേഗം കിട്ടിയാൽ വേറെ ഇവിടെ ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ പഠിച്ചിരുന്ന സമയത്ത് പിന്നെ ഈ വിധ ഫാൻസി സ്റ്റോർ പരിപാടിയൊന്നുമില്ല. ക്ലാസ് കഴിയുന്നേരെ എൻ്റെ മൈൻഡ് അങ്ങ് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയില്ലേ ബസ്സിനകത്ത് ഇവിടെ നിന്ന് കയറും, പിന്നെ അതുപോലെ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇറങ്ങും. പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നട ഒരു ഡിസ്റ്റൻസ് ഇട്ട് നടക്കണം. ഞാൻ അറിയാൻ പാടില്ലല്ലോ, എന്നെ ഫോളോ ചെയ്യണവർ അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് അതുപോലെ തന്നെ പുള്ളി അവിടെ എങ്ങാണ്ടൊക്കെ വരും സമയത്തിന് ഞാൻ കയറുന്ന ബസ്സിൽ തന്നെ കയറും. എന്നിട്ട് ഞാൻ എവിടെയാണോ ഇറങ്ങുന്നത് ആ പുള്ളി അവിടെ തന്നെ ഇറങ്ങും. ഇത് ഞാൻ തുടർച്ചയായിട്ട് ഒരു 3-4 പ്രാവശ്യം, ഒരു 3-4-5 പ്രാവശ്യം ആയപ്പോഴത്തേക്കും എനിക്കങ്ങോട്ട് ദേഷ്യവും എനിക്കാകെ ഇതായിപ്പോയി കേട്ടോ. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ എക്സാം എഴുതി. ജയിക്കണമെന്നൊന്നും എനിക്ക് പഠിക്കണമെന്നൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് ദേഷ്യമായിപ്പോയി എൻ്റെ അച്ഛനോടും പിന്നെ അച്ഛൻ്റെ ബ്രദറിനോടും ഒക്കെ എനിക്ക് ദേഷ്യമായിപ്പോയി. പിന്നെ പുള്ളിയുടെ ഒരു കലാവിരുത് പുള്ളിയുടെ ഒരു കലാവിരുത് എന്നെ ചെക്ക് ചെയ്ത് നടക്കുന്നതാണ് കേട്ടോ. വീടിൻ്റെ പല മൂലകളിലും ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കുക. ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങും, അച്ഛനും അമ്മയും ഓഫീസിൽ പോകുമല്ലോ. വീടിൻ്റെ പിന്നെ ഇങ്ങനെ പാത്തും പതുങ്ങി നിന്ന് നോക്കുക. ഞാൻ വീടിന് പുറത്തിറങ്ങുന്നുണ്ടോ, ജനൽ തുറക്കുന്നുണ്ടോ, വാതിൽ തുറക്കുന്നുണ്ടോ, ജനലിൽ കൂടെ നോക്കുന്നുണ്ടോ, ഇങ്ങനെ പല മൂലയ്ക്ക് നിന്ന് വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കൂടെ എനിക്ക് ആകെ ദേഷ്യമായപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ, എനിക്ക് ഭയങ്കര ദേഷ്യമായി കേട്ടോ. വാശിയും ദേഷ്യമൊക്കെ അങ്ങനെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എനിക്ക് കൂട്ടുകൂടാനായിട്ട് ഞാൻ പെൺ വ്യത്യാസമില്ലാതെ കൂട്ടുകൂടും. അത് ഇങ്ങോട്ട് എന്നോട് ആര് കൂട്ടുകൂടാൻ വന്നാലും ഞാൻ കൂട്ടുകൂടും. അങ്ങോട്ട് വന്നത് എല്ലാവരും എന്നോട് കൂട്ടുകൂടാൻ വരും, അതാണ് അങ്ങനെ. അപ്പം ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഒത്തിരി ആൺപിള്ളേരാണ് കേട്ടോ. കൂടെ കളിച്ച് വളർന്ന കുട്ടികളെ, കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരും ഇതുപോലെ പഠിക്കാനൊക്കെ ആയിട്ട് വന്ന് താമസിക്കുന്നവരൊക്കെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ഇങ്ങോട്ട് ചിരിച്ചാൽ ഞാനും ചിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ. ഇപ്പോഴും ആണ്. നമ്മളടുത്ത് എന്തെങ്കിലും കുശലം ചോദിച്ചോ നമ്മളതിനൊരു ഉത്തരം പറയും. മനസ്സിലായില്ലേ? അപ്പോൾ പ്രീ ഡിഗ്രി എക്സാം കഴിഞ്ഞ് മനോഹരമായി സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്റ്റിൽ ഒരെണ്ണം കിട്ടി. ബാക്കിയെല്ലാം മനോഹരമായി പൊട്ടിപ്പാളീസായി. പിന്നെ അതിൽ 2-3 പിന്നെ 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തു. അതോടെ ഞാനതങ്ങ് മതിയാക്കി. അടുത്ത സെപ്റ്റംബർ, ഒരു മാർച്ച്, സെപ്റ്റംബർ അതോടുകൂടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്. പിന്നെ പിന്നെ എനിക്കെൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വീട് നോക്കുക, വീട്ടിനകത്ത് വീടിൻ്റെ കാര്യങ്ങൾ നോക്കി വീടും നോക്കി അങ്ങനെ കഴിഞ്ഞു വിടുക. അതൊരു ഒരു മാനസികാവസ്ഥയിലേക്കായി പോയി. മറ്റേ കക്ഷി കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിച്ച പുള്ളി കല്യാണമൊക്കെ വന്ന് ക്ഷണിച്ച് വീട്ടിൽ അങ്ങനെയൊക്കെ അത് കാലഘട്ടമൊക്കെ അങ്ങനെ കഴിഞ്ഞു. രസകരമായ കാലഘട്ടമാണ് കേട്ടോ അത്. എനിക്ക് വാശിയും, അച്ഛനോടും വാശി, അച്ഛന് സംശയരോഗം, ബ്രദറിന് അങ്ങനെ. നമുക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഞങ്ങളൊരു പുതിയ വീട് പണിതു. ആ പണിത വീടിൻ്റെ ഫ്രണ്ടിലാണ് മറ്റേ സിസ്റ്റർ താമസിക്കുന്നത് അച്ഛൻ്റെ. അവരവരുടെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കും. ഫ്രണ്ടിലവർ ഇപ്പം അവന് ഇതുപോലെ പാത്തേ നോക്കുകയുള്ളൂ, നേരെ നോക്കാറില്ല. ജനലിൻ്റെയൊക്കെ ഇങ്ങനെ അരികത്തിങ്ങനെ വന്ന് നോക്കും. ഇദ്ദേഹം അങ്ങനെ. എനിക്ക് ദേഷ്യമൊക്കെ
എനിക്ക് എന്നോട് തന്നെ എന്തിങ്ങനെ നമ്മളെ മനസ്സിലാക്കാത്ത പണ്ട് നമുക്കൊരു പ്രായത്തിൽ നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നിയിരിക്കും. ആ തോന്നാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരു 15-16 വയസ്സിലൊക്കെ നമുക്ക് ഇഷ്ടം തോന്നാത്തവരുണ്ടോ? അതന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കും. ഇത് ഈ സംശയരോഗം വെച്ച് പിന്നെ എല്ലാ പോയിൻ്റിൽ കൂടെ തന്നെ കാണുക. അവസാനം എൻ്റെ അച്ഛനായിട്ട് തന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ട അവനൊരു തരികിട. ആ തരികിടയുടെ അടുത്തുനിന്ന് ഇതെല്ലാം വച്ച് നിറമുള്ള ഒരു കഥയൊക്കെ ഉണ്ടാക്കി അച്ഛനെ ഇവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവസാനം ഒരടി വരെ ഇട്ട് പിന്നെ എന്നുവെച്ചാൽ ആ പുള്ളിക്ക് ഈ കല്യാണത്തിനോടുകൂടി ഒരു താല്പര്യമില്ലായിരുന്നു. പുള്ളിയുടെ കൺസെപ്റ്റ് വേറെ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പം അവരോട് പറഞ്ഞൊരു കാര്യം, ആ വീട്ടുകാരോട് പറഞ്ഞൊരു കാര്യം, ഇവളെങ്ങനെയെങ്കിലും തീർത്ത് തന്നാൽ മതി എന്ന് അവിടെ ചെന്ന് അവരോട് പറയുന്നു. അവരെ കാലെ പിടിച്ചു എന്നോ കഴിഞ്ഞു എന്നൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറി. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കേൾക്കണം, ഞാൻ എന്നെ കല്യാണം കഴിഞ്ഞ് കയറി. ബാക്കി നാളെ പറയാമേ. വിളക്ക് വെച്ച് കയറിയപ്പോൾ അവർ വൈകുന്നേരം ആദ്യത്തെ വാർത്തയാണ് അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞതായി. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.